ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഔറാൻ ടൊവിനോ ചായൻ്റെ ഏറ്റവും പുതിയ ഫിലിമിൻ്റെ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആരൊക്കെ പേജിലൂടെ എന്നറിയണ്ടേ? ലാലേട്ടൻ, മമ്മൂക്ക, രാജചേട്ടൻ, മഞ്ജു വാര്യർ ഇവരെ പേജിലൂടെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വിട്ടിരിക്കുന്നത്. ആളും ഉണ്ടാക്കിയെടുത്തൊരു കെലിപ്പ് ലുക്കിലിരിക്കുന്ന ഒരു ലുക്കാണ്, കിഡ് ലുക്കാണ്. നമ്മൾ തമിഴ്നയിൽ അതിൻ്റെ ഫോട്ടോ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ജിനു എബ്രഹാം ഇന്നോവേഷൻസ് ആൾ തന്നെയാണ് പ്രൊഡ്യൂസർ. അപ്പോൾ ശില്പ അലക്സാണ്ടറാണ് ഈ പടം സംവിധാനം ചെയ്യുന്നത്. അവറാണ് ആളെ ലുക്കൊക്കെ കണ്ടിട്ട് ഒരു കിടുവാണ്. നാട്ടുമ്പുറത്തൊരു ലുക്കാണ് പിടിച്ചുള്ളത്, മുണ്ടൊക്കെ എടുത്തിട്ട്. ഇനി ഒന്ന് രണ്ട് പേരിന് പറഞ്ഞു കേട്ടാണ് എത്രമാത്രം സത്യമെന്ന് അറിയില്ല. ഇരിങ്ങാലക്കൂടെ ഒരു പെട്രോൾ പമ്പ് നടത്തുന്ന ഒരു അവറാൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ആളെ കഥയെന്നൊക്കെ പറയുന്നുണ്ട്, കേട്ടറിവാണ്, ഒരു ഉറപ്പില്ല പറഞ്ഞതാണ്. അപ്പോൾ ടൊവിനോ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു സൈഡായി മാറി, റൈറ്റ് ഹാൻഡായി മാറിയിരിക്കുകയാണ്. അത്രയും സെലക്റ്റീവായിട്ടുള്ള പടങ്ങൾ ചെയ്യുന്നു. യുവനിരയിൽ ശരിക്കും നല്ല രീതിയിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നൊരു നടൻ എന്ന് പറഞ്ഞ ടോവിനാണ്. എല്ലാ റോളുകളും ചെയ്യാൻ അത്രയും സെറ്റായിട്ടുള്ളൊരു നടനാണ്. ആളത് സെലക്റ്റീവാണ്. ആൾ സ്ക്രിപ്റ്റൊക്കെ എടുക്കും, വളരെ സെലക്റ്റീവാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അടുത്ത കാലത്ത് ഇറങ്ങിയ പടങ്ങൾ അറിയാം, ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് ആൾ ചെയ്യുന്നത്. അത് വലിയൊരു സംഭവം തന്നെയാണ്. ശരിക്കും പൃഥ്വിരാജിനൊക്കെ ശേഷം അങ്ങനെ ഒരു സ്ക്രിപ്റ്റൊക്കെ സെലക്ട് ചെയ്തിട്ട് വളരെ സെലക്റ്റീവായിട്ട് അഭിനയിക്കുന്ന നടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊവിനോന്ന് എനിക്ക് തോന്നുന്നു. ദുൽഖർ ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലേ ഇല്ല. ഇതിന് മുമ്പ് കുറച്ച് ദുൽഖറൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ടൊവിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ താരരാജാവിലേക്ക് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതിനുള്ള കഴിവുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, സെലക്റ്റീവാണ്, ആള് ഡെഡിക്കേറ്റഡ് ആണ്, പാഷനേറ്റീവാണ്. അപ്പോൾ ലാസ്റ്റ് വന്ന പടമായാലും നമുക്കറിയാം, നടിഗർ എന്ന പടം എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷെ പടം നമ്മൾ വിചാരിച്ച പോലെ കൊമേഴ്സ്യലി കളക്ട് ചെയ്ത പടമൊന്നുമല്ല. ഭയങ്കര ഹൈപ്പിൽ വന്നൊരു പടമാണ്, ബിഗ് ബജറ്റ് മൂവി ആയിരുന്നു. പക്ഷെ അത് എന്തോ എന്നാലും കുറച്ച് ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പടം. ടോവിനോൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഒരു ലെവലിൽ തന്നെയായിരുന്നു. അതിന് മുമ്പ് വന്ന പടം അന്വേഷിപ്പി കണ്ടെത്തും ക്യുഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷെ എന്തോ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥ, പോലീസ് കഥ. ഒരുപാട് നമ്മൾ സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഒരു പോലീസുകാരൻ്റെ അവസ്ഥ, എല്ലാ സ്റ്റോറിയും തെളിയിക്കാനുള്ള സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻസ്, അത് ഭയങ്കര സംഭവം ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കുറേ പടങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇങ്ങനത്തെ ഒരു പടം മലയാളത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. അത്യാവശ്യം നല്ല രീതിയിൽ പടം കളിച്ചിരുന്നു. പക്ഷെ ആ സമയത്തുള്ള അറിയാം, നമുക്ക് ഒരുപാട് പടങ്ങൾ, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, അന്വേഷിപ്പി കണ്ടെത്തും ഒക്കെ നല്ല രീതിയിൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ വിട്ടുപോയി. എന്നാലും അത്യാവശ്യം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത പടമായിരുന്നു അത് അന്വേഷിപ്പി കണ്ടെത്തും. ഒരുപാട് പടങ്ങൾ അതിന് മുമ്പ് വന്ന അദൃശ്യജാലകൾ എന്ന മൂവി എനിക്ക് നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നിയിട്ടോ. എൻ്റെ ഒരു OTT മൂവി ആയിരുന്നു. അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ 3 പടങ്ങൾ എടുത്തോട്ടെ, ആളെ ലുക്ക് വരുന്നതിലുള്ള കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ആള് ചെയ്തപ്പോൾ തല്ലുമാല, ഫോറൻസിക്, ലൂസിഫർ, ഗോദ, മിന്നൽ മുരളി, തരംഗ സൃഷ്ടിച്ച പടമാണ് മിന്നൽ മുരളി. OTT റിലീസായില്ലായിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ അത് തിയേറ്ററിൽ വന്ന് ഈ വിജയം കിട്ടുന്ന എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ OTT തരംഗമായി, ആള് ലോക സിനിമ ആളറിഞ്ഞു, പല അവാർഡുകൾ ആൾ കിട്ടുകയുണ്ടായി. നമ്മുടെ ഇരിങ്ങാലക്കുടക്കാരങ്ങ് ന്യൂയോർക്കിൽ വരെത്തി, അതൊക്കെ വലിയ സംഭവം തന്നെയാണ്. അതാളുടെ പെർഫോമൻസുകൾ അതിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ആഘോഷിച്ചൊരു പടം തന്നെ, എത്ര പ്രാവശ്യം കണ്ടതിൽ കണക്കില്ല. ടോവിനോയെ തന്നെ, തോമസിനെ തന്നെ അതിലെ വില്ലൻ്റെ ക്യാരക്ടർ ചെയ്ത ചേട്ടായി വലിയ സംഭവം മാറിയിരുന്നു. ഫോറൻസിക് 2018, ഗോദ, വൈറസ്, ഉയരെ, ഒരുപാട് പടങ്ങൾ. ഇന്ന് നിന്റെ മൊയ്തിലെ ക്യാരക്ടർ, ഗപ്പിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. എപ്പോൾ വന്നാലും കാണുന്നൊരു പടമാണ് ഗപ്പി. കുറുപ്പിലെ ക്യാരക്ടർ, 7th, ഒരുപാട് പടങ്ങൾ ആൾ ചെയ്തിട്ടുണ്ട്. ഈ പടങ്ങളൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ റോളുകൾ എടുത്തു. ഏതൊരു പേജിൽ ഞാൻ വായിച്ചിട്ടോ ടോവിനോൻ്റെ ഇതിൻ്റെ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് എല്ലാത്തിലും അഭിനയം സെയിമാണ്, ഫേസ് മാത്രം മാറ്റുള്ളൂ ഒരാളോ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ വായിച്ചു. അയാൾക്ക് കേൾക്കാൻ വേണ്ടി, അയാൾ ഈ വീഡിയോ കാണുന്ന അയാൾ അറിയാൻ വേണ്ടിയാണ്. ടോവിനോ ചെയ്ത പടങ്ങളാണ് അതിൽ ഏത് പടമാണ് ആൾ സ്ഥിരം പാറ്റേൺ എടുത്തുള്ളത് ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ ലുക്കാന്ന് പറഞ്ഞ പടമാണ്, അതൊക്കെ ഭയങ്കര ലുക്കാണ്, ഗംഭീര പടമാണ്. പക്ഷെ അതൊന്നും വലിയ സംഭവമായിട്ടില്ല. പക്ഷെ അത്യാവശ്യം കളിച്ച പടങ്ങളാണ് അതൊക്കെ. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങൾ തന്നെ എടുത്താൽ മതി. ആളുടെ നടികർ എടുത്തോ, അന്വേഷിപ്പി കണ്ടെത്തെടുത്തോ, അദൃശ്യജാലങ്ങൾ എടുത്തോ, കിട്ടുകയാണ്. പിന്നെ എടുക്കുകയാണല്ലോ കുറേ പടങ്ങൾ. അപ്പോൾ മലയാള സിനിമയുടെ അടുത്ത സൂപ്പർ സ്റ്റാറിലേക്കുള്ള കാൽവയ്പാട് തുടരുക തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവറ. പിന്നെ വരുന്നൊരു പടം നമുക്കറിയാം, അജയൻ്റെ 2ാം ഭാവം. അത് വലിയ ബിഗ് ബജറ്റിൽ വരുന്ന പടമാണ്, പാൻ ഇന്ത്യ മൂവിയാണ്. അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നു. ട്രെയിലറൊക്കെ കണ്ട് നമ്മൾ തരിച്ച് ഇരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ അവറാന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. പിന്നെ പുതിയ നടി ആരാണെന്നോ നടന്മാരുടെ പേരൊന്നും പുറത്തു വിട്ടിട്ടില്ല. ഇത്രയാണ് സംഭവം നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. ബെന്നി പി നായരമ്പലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, തിരക്കഥ. ഭയങ്കര പ്രതീക്ഷയാണ്. നമുക്കറിയാം, ആൾ ചെയ്ത പടങ്ങളൊക്കെ അറിയാം, ഗ്യാരണ്ടിയാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ചെയ്യുന്ന സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് അവറാൻ ടീം, ടൊവിനോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഓക്കെ, ബൈ. ഫുൾ സപ്പോർട്ട് കേട്ടോ. ഇതിപ്പോൾ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, ഞാൻ വായിച്ച് കേട്ടൊരു അഭിപ്രായമാണ്. ബൈ.